നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും എനിക്കിപ്പോൾ 24 മണിക്കൂറും കറക്കമാണെന്ന്. പക്ഷേ അങ്ങനെയല്ല കേട്ടോ. നമ്മളുടെ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മളല്ലാണ്ട് പിന്നെ വേറെ ആരെയാണ് പോവുക. ഇപ്പം മറ്റൊരാളെ ആശ്രയിക്കാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് പല ബുദ്ധിമുട്ടുകളുണ്ടാവും. എൻ്റെ ഒരു കാര്യം വെച്ചിട്ട് പറയുകയാണെങ്കിൽ എനിക്കിപ്പോൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ എൻ്റെ അനിയൻ്റെ കാല് പിടിക്കണം. അവർക്കാണെങ്കിൽ ഒട്ടും സമയവും ഇല്ല. സത്യം പറഞ്ഞാൽ ഈ ഉച്ചവെയിലത്തും ഇങ്ങനെ നടക്കുന്ന ആൾക്കാരെ ഞാൻ സമ്മതിച്ചു കേട്ടോ. ഒരു രാഗവും ഇല്ല, ഒരു കുടയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ കുറേ പേര് ഞാൻ അവിടെ കണ്ടിരുന്നു. അവരെങ്ങനെയാണ് നടക്കുന്നതെന്നൊന്നും എനിക്കറിയാൻ വയ്യ. എനിക്ക് അവിടെ നിന്ന് കുറച്ച് കാര്യങ്ങൾ പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോഴും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. ആ സമയം എനിക്ക് വേറെ കോൾ വന്നു. ഞാൻ ഈ പൊങ്ങി പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നമ്മൾ നേരെ പോകുന്നത് ബെഡാ ബസാറിലാണെങ്കിൽ അച്ഛൻ്റെ അമ്മയുടെ കപ്പ് പൊട്ടിയെന്ന് കുറേ നാളായിട്ട് ഇങ്ങനെ പരാതി പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വേറെ അവിടെ വലുതായിട്ടൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കണ്ണിൽ കണ്ട ഒരിത് ഞാനങ്ങ് എടുത്തു. ബാക്കിയൊന്നും വലിയ ക്വാളിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല. കപ്പും എടുത്ത് ഞാൻ നേരെ ബില്ലടിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. അത് കഴിഞ്ഞിട്ട് ഞാൻ സുപ്രീം ടേക്കേഴ്സിലോട്ട് വന്നു. അവിടെ നിന്ന് കുറച്ച് ഞം വാങ്ങാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ വീട്ടിലെ സ്നാക്സ് എല്ലാം കഴിഞ്ഞതുകൊണ്ട് അതും കൂടെ ഒന്ന് പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങോട്ടേക്ക് കയറി. സുപ്രീമിൽ വന്നാൽ ഒട്ടും മിസ് ചെയ്യാത്തൊരു സെക്ഷനാണ് ഇത്. കാരണം എൻ്റെ വീട്ടിലൊരു കൊച്ചുകുട്ടിയുണ്ട്, അതായത് എൻ്റെ അമ്മയ്ക്ക് അലുവ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. എത്ര കൊടുത്താലും ഏത് പാതിരാത്രിക്ക് കൊടുത്താലും ഇങ്ങനെ ഒരു അലുവ കൊതിച്ചിനെ ഞാൻ കാണുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ സെക്ഷനിലോട്ടാണ് വന്നത്. വേറെ ഒന്നുമല്ല, എനിക്ക് ലേസിനോട് ഭയങ്കര ഇഷ്ടമാണ്. അത് എപ്പോഴൊന്നും കഴിക്കണമെന്നില്ല. ഞാനിത് പ്രൊമോട്ട് ചെയ്യില്ല, ആരും കഴിക്കണം എന്നൊന്നും ഞാൻ പ്രൊമോട്ട് ചെയ്യില്ല. എനിക്ക് അത്യാവശ്യം ഇഷ്ടമാണ്, വല്ലപ്പോഴൊക്കെ ഞാൻ കഴിക്കലുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഐസ്ക്രീം സെക്ഷനിലോട്ടാണ് വന്നത്. വല്ലപ്പോഴൊക്കെ കഴിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ വാങ്ങി വെച്ചാലും എല്ലാ ദിവസവും ഇങ്ങനെ കഴിക്കലൊന്നുമില്ല. കുറേ ടൈം എടുത്തിട്ടൊക്കെയാണ് കഴിക്കുന്നത്. വീട്ടിൽ ഇത് കൂടുതലും കഴിക്കുന്നത് ഞാൻ മാത്രമാണ്. പിന്നെ കുറച്ച് സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ എടുത്തിട്ട് അത് ഞാനല്ല അങ്ങനെ അധികം കഴിക്കുന്നത്, അത് അമ്മയും അച്ഛനും ആണ്. അതായത് ഈ മുന്തിരിയുടെ ഈ ജ്യൂസ് ഇഷ്ടം ആണ്, അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അതിന്ന് കുറച്ച് എടുത്ത് വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിട്ട് ഞാൻ പിന്നെ വന്നത് ഈ ബ്രൗണി അല്ലല്ലോ, അതിനെന്താ പറയുക, പേര് മറന്നു പോയിട്ടോ. ആ സാധനം എടുത്തു. പിന്നെ കുറച്ച് അല്ലാത്ത ഈവനിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് സ്നാക്സും കൂടെ എടുത്തിട്ട് ബില്ലടിക്കാനായിട്ട് വന്നു കേട്ടോ. അവിടെ കുറച്ച് നേരം നമ്മൾ പോസ്റ്റാണ് ബില്ലടിക്കുന്നിടത്ത്. പിന്നെ നേരെ ഓട്ടോയൊക്കെ പിടിച്ചു. ഓട്ടോയിൽ കയറിയപ്പോൾ ആദ്യം ഓട്ടോയൊന്നും സ്റ്റാർട്ട് ആവുന്നില്ല. ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണ് അവസ്ഥ. പിന്നെ ചൂടുകൊണ്ട് രാവിലെ ഇറങ്ങി വെയിലൊക്കെ കൊണ്ടതുകൊണ്ട് എനിക്ക് ഭയങ്കര തലവേദനയായിരുന്നു. എനിക്ക് ഓട്ടോയിൽ പോയപ്പോൾ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുതിരപ്പുറത്തിരിക്കണ പോലെ എനിക്ക് തോന്നിയത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു.